കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറിയാട് SNDPക്ക് സമീപമാണ്. ഇവിടുന്ന് പുതിയാവ് റോഡിലേക്ക് തിരിയുന്നിടത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണ്. എറിയാട് SNDPയുടെ അവിടുന്ന് പുതിയാവ് റോഡിലോട്ട് തിരിയുന്നിടത്താണ് ഇപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായതാണ്. ഒരു ബുള്ളറ്റും അതുപോലെ ഹീറോ ഹോണ്ടയുടെ പാഷൻ ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചതാണ്. രണ്ടുപേർക്കും നല്ല പരിക്കുണ്ട്. അവരെ രണ്ടുപേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. രണ്ടുപേരും ഒരേ ദിശയിൽ നിന്ന് വന്നതാണ്. കൈതപ്പാലത്തിങ്കിൽ നിന്ന് പുതുപ്പള്ളി റോഡിലോട്ട് വന്നതാണ്. അവിടെ വന്നപ്പോഴത്തേന് തൊട്ട് മുന്നിൽ വന്നിരുന്ന ഹീറോ ഹോണ്ട ബൈക്ക് തൊട്ട് സമീപത്തൊരു കടയുണ്ട്. കടയിലേക്ക് തിരിച്ചപ്പോഴത്തേന് ആ സൈഡ് ദിശയിൽ തന്നെ വന്ന ബുള്ളറ്റുകാരനോട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ റോഡിൻ്റെ കണ്ടോ നിങ്ങൾക്ക് കാണാം, ബൈക്ക് ഉരഞ്ഞു പോയ പാടാണ്. ഇവിടുന്നാണ് ബുള്ളറ്റ് തെന്നി നീങ്ങുന്നത്. ഇവിടുന്ന് ഏറെക്കുറെ ഒരു 10-30 മീറ്ററോളം തെറിച്ചാണ് അദ്ദേഹം അവിടെ വീണത്. അപ്പം ബുള്ളറ്റ് യാത്രക്കാരൻ ചക്കഞ്ചിറയിലുള്ളതെന്നാണ് പറഞ്ഞത്, പരിയാരം. അതുപോലെ ഹീറോ ഹോണ്ട ബൈക്ക് ഇഞ്ചക്കാട്ട് കുന്നലുള്ള ആടെയാണെന്നാണ് പറഞ്ഞത്. രണ്ടുപേരുടെ വ്യക്തമായിട്ടുള്ള ഇത് കിട്ടിയില്ല. രണ്ടുപേരെ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു. അതുപോലെ ഒരുപാട് അപകടങ്ങളാണ് ഈ പരിസരങ്ങളിൽ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി അധികാരികൾ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മുന്നറിയിപ്പായിട്ട് അപകട മേഖലയെന്നും പറഞ്ഞൊരു സൈൻ ബോർഡ്, ഒരു ഫ്ലാഷ് ലൈറ്റൊക്കെ കൊടുത്ത് ഒരു സൈൻ ബോർഡുണ്ട്. ഇവിടെ എന്നാൽ റോഡ് നല്ല രീതിയിൽ BMBC നിലവാരത്തിൽ ചെയ്തുകൊണ്ട് വാഹനങ്ങളെല്ലാം അമിത വേഗതയിലാണ് വരുന്നത്. കണ്ടോ, ഇതാണ് അപകട മേഖല. ഇതിന് തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കൈതപ്പാലം തൊട്ട് ചാലങ്കപ്പടി വരെയുള്ള പല സ്ഥലങ്ങളിലും നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അധികാരികളുടെ വട്ടം പല പ്രാവശ്യം PWD അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ റോഡിൽ കൊണ്ടുപോയി പൈപ്പ് കൊണ്ടുപോയി അതും കൂട്ടിയിട്ടിട്ടുണ്ട്. ആ മൂലേ വളവെന്ന് പറയുന്ന തൊട്ട് സമീപത്തിലെ വളവിൻ്റെ അവിടെ മിക്ക ദിവസവും ആക്സിഡൻ്റ് ആണ്. ആശുപത്രിയിലായവരുടെ വിവരങ്ങളൊന്നും അറിവായിട്ടില്ല. രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇത് ബുള്ളറ്റ് യാത്രക്കാരൻ്റെ ഹെൽമെറ്റ് എവിടെ വണ്ടിക്കാരും എടുത്തു വെച്ചതാണ്.